പ്രകൃതിയായിട്ട് പഠിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഓക്കെ, നമുക്ക് ഇന്ന് കുറച്ച് നമ്മുടെ കോപ്പറേഷന്റെ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. കുറച്ച് അങ്ങനെ ആയിട്ടില്ലല്ലോ. ഇന്ന് കോപ്പറേഷന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുമായിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സമയം ഇപ്പൊ തന്നെ ഏകദേശം 5:33, 2 മിനിറ്റ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് പോയേക്കാം, സമയം കളയണ്ട. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഇസ് ദ റെക്കമെൻഡേഷൻ ഓഫ്. അപ്പൊ പണ്ട് ഇങ്ങനെ ഈ ഫുള്ളായിട്ട് REC, അതായത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് വരായിരുന്നു. പണ്ട് അവർ ചോദിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു, RES ഓർ REC. എന്താണ് ഇതിന്റെ നേരത്തെ വന്ന PYQ? RES/REC ഇസ് ദ റെക്കമെൻഡേഷൻ ഓഫ്. അപ്പൊ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ എന്തിന്റെ ശുപാർശയാണ്? കമ്മിറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞു സർവേ കമ്മിറ്റി, ഓപ്ഷൻ ബി പറഞ്ഞു ഗ്രാഫിക് കാർഡ് കമ്മിറ്റി, ഓപ്ഷൻ സിയിൽ പറഞ്ഞു റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു മൃദ കമ്മിറ്റി. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. നമുക്ക് കമ്മിറ്റീസ് ഏകദേശം ഒരു 6 കമ്മിറ്റിയാണ് പഠിക്കാനുള്ളത് അല്ലെ. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കമ്മിറ്റീസ് 6 എണ്ണമാണ്. അതിൽ തന്നെ 3 കമ്മിറ്റിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കമ്മിറ്റികളിൽ ഒന്ന് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. പിന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. നമ്മൾ ഷോർട്ടായിട്ട് AIRCSC എന്നും AIRCRC എന്നും ഒക്കെ പറയും. അപ്പം ഈ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്നുള്ളത് ആരുടെ ശുപാർശയാണെന്ന് ചോദിച്ചാൽ അത് റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയാണ്. ഓക്കെ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയാണ്. അപ്പൊ ഈ സർവേ കമ്മിറ്റിയും റിവ്യൂ കമ്മിറ്റി നിങ്ങൾ കേട്ടിരിക്കുക. സർവേ കമ്മിറ്റിയെയും റിവ്യൂ കമ്മിറ്റിയെയും അപ്പോയിന്റ് ചെയ്തത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആരാണ്? RB അപ്പോയിന്റ് ചെയ്ത ഇന്ത്യൻ സഹകരണത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കമ്മിറ്റികൾ ഒന്നാണ് ഈ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും സർവേ കമ്മിറ്റി. ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന സർവേ കമ്മിറ്റിക്കാണ്. അതിനുശേഷമാണ് കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മുടെ റിവ്യൂ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ കുറിച്ച് ജസ്റ്റ് ഞാൻ പറയാം, ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. അതിനെ മനസ്സിലാക്കണം. നമ്മളൊരു കമ്മിറ്റി പഠിക്കുമ്പോഴേ, നമുക്ക് അധികം കമ്മിറ്റി ഇല്ലാത്ത ഭാഗ്യം, പണ്ട് ഒത്തിരി കമ്മിറ്റി ഉണ്ടായിരുന്നു. നമ്മളൊരു കമ്മിറ്റി പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, എന്തിനാ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്? ഒരു കമ്മിറ്റി എടുക്കുമ്പോൾ ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത ഒരു വർഷം ഉണ്ടായിരിക്കും അല്ലെ. ശരിയല്ലേ? നമ്മളൊരു കമ്മിറ്റിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരണ്ട. അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റി പഠിക്കുമ്പോൾ നമ്മൾ കമ്മിറ്റിയുമായി പഠിക്കുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ, ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്ന വർഷം ഉണ്ടായിരിക്കും, കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന വർഷം ഉണ്ടായിരിക്കും. നമ്പർ 1 പഠിച്ചിരിക്കണം. പിന്നെ ഒരു കമ്മിറ്റി ചുമ്മാ അങ്ങ് വരികയല്ലോ. ഒരു കമ്മിറ്റിയെ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്തോ കേട്ടോ, തുറന്നോ. ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു അധികാരി ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള. അങ്ങനെ എന്തെങ്കിലും ഒരു അധികാരി, ഒരു അതോറിറ്റി ആയിരിക്കും കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു അതോറിറ്റി ആയിരിക്കും കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഏതൊരു കമ്മിറ്റി ആയിക്കോട്ടെ, ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വർഷം ഉണ്ടായിരിക്കും, കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു വർഷം ഉണ്ടായിരിക്കും. പിന്നെ ഏതൊരു കമ്മിറ്റി ആണെങ്കിലും അതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും അല്ലെ, ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മിറ്റി ആ ചെയർമാന്റെ പേരിലും അറിയപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മളിപ്പോ ഒരു കമ്മിറ്റി എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ വെങ്കിട്ടപ്പയ്യാണ്, B വെങ്കിട്ടപ്പയ്യാണ്. സോ അദ്ദേഹത്തിന്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ ഈ കമ്മിറ്റി എന്ത് ചെയ്യാം? ആ കമ്മിറ്റിയെ വിശേഷിപ്പിക്കാം. സോ ആ വെങ്കിടപ്പൈ കമ്മിറ്റി എന്ന് പറയാം. ക്ലിയർ ആകുന്നുണ്ടോ? ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ആ കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. ആ ചെയർമാന്റെ പേരിലും കമ്മിറ്റി അറിയപ്പെടും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഏതൊരു കമ്മിറ്റിയും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയായിരിക്കും നമ്മളൊരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ അപ്പൊ ആ കമ്മിറ്റി എന്ത് ചെയ്യും? ആ തനത് വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കും. അതിനകത്ത് തന്നെ കമ്മിറ്റി ചിലപ്പോൾ ചില ശുപാർശകൾ പറയും, ഇന്ന കാര്യങ്ങൾ വേണം അല്ലെ ഇന്ന കാര്യങ്ങൾ വേണ്ട, ചില ശുപാർശകൾ പറയും. പിന്നെ ചില കമ്മിറ്റീസിലൊക്കെ ആണെങ്കിൽ ചില കൊട്ടേഷൻസ് കാണും.
അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. നമ്മൾ ആദ്യം നോക്കി ഈ കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഞാൻ പറഞ്ഞു ഏതൊരു കമ്മിറ്റി ആണെങ്കിലും അതിനൊരു ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത ഒരു അധികാരി അല്ലെങ്കിൽ ഒരു അതോറിറ്റി കാണും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്ത അധികാരി. ഇനി ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ഞാൻ പറഞ്ഞു അതിനെ അപ്പോയിന്റ് ചെയ്ത ഒരു വർഷം ഉണ്ടായിരിക്കും, റിപ്പോർട്ട് സമർപ്പിക്കുന്ന വർഷവും ഉണ്ടായിരിക്കും. 1966 കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. 1969 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അല്ലെ? പിന്നെ ഞാൻ പറഞ്ഞു ഏതൊരു കമ്മിറ്റിയും ആയിക്കോട്ടെ അതിന്റെ ചെയർമാന്റെ പേരിലും കമ്മിറ്റി അറിയപ്പെടും. അപ്പൊ ഇത് കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ട്. ഈ കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ട്. ചെയർമാന്റെ പേരാണ് ബി വെങ്കിടപ്പൈ അല്ലെ, വെങ്കിട്ടപ്പൈ, എങ്ങനെ വേണം വായിക്കാം, ഉത്തരം കിട്ടിയാൽ മതി അല്ലെ. ബി വെങ്കിട്ടപ്പൈ എന്ന് ഓർത്ത് വെച്ചേക്കും. ഈ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, അല്ലെങ്കിൽ നമുക്കിപ്പോ അത്രയും പഠിക്കണം AIRCRC എന്ന് പഠിച്ചാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളുണ്ട്. ശുപാർശകൾ ഒന്നാമത്തെ ശുപാർശയായിട്ട് നമുക്ക് കണക്കാക്കാം. എന്തിനെ കണക്കാക്കാം? ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. അതാണ് ചോദ്യം. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്നുള്ളത് നമ്മുടെ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയാണ്. പിന്നെ പറയുന്നുണ്ട് എന്താണ്, മൾട്ടി ഏജൻസി അപ്രോച്ച് കൊണ്ടുവരണം. നമ്മുടെ ഈ ഒരു റൂറൽ ക്രെഡിറ്റിന്റെ മേഖലയിൽ വ്യത്യസ്തമായിട്ട് ഏജൻസി അല്ലെ, മൾട്ടി ഏജൻസി അപ്രോച്ചുകൾ റൂറൽ ക്രെഡിറ്റിൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന വായ്പ, അതായത് സാധാരണക്കാർക്ക് ലോൺ കൊടുക്കുക. ഇപ്പൊ റൂറൽ ക്രെഡിറ്റില് ഒന്ന് പറയാം മൾട്ടി ഏജൻസി അപ്രോച്ച് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവര് പറയുന്നുണ്ട് എന്താണ്, ഒരു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് കൊണ്ടുവരണം. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ എന്ത് ചെയ്തിരിക്കണം, ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് രൂപീകരിക്കണം. പിന്നെ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്താണ്, ഇത് നിങ്ങളോട് ചോദിക്കും കേട്ടോ, SFDA എന്ന് പറയും. SFDA എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. ഇത് കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട്. SFDA ഓർത്ത് വെച്ചേക്കുക. SFDA എന്ന് പറഞ്ഞാൽ സ്മോൾ ഫാർമേഴ്സ്, അതായത് നമ്മുടെ നാട്ടിലെ ചെറിയ ഫാർമേഴ്സ്, സ്മോൾ ഫാർമേഴ്സിന്റെ ഒരു ഡെവലപ്മെന്റ് ഏജൻസി രൂപീകരിക്കണം. സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി രൂപീകരിക്കണം എന്ന് ശുപാർശ ചെയ്തു. സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി രൂപീകരിക്കണം. പിന്നെ പറഞ്ഞിട്ടുണ്ട് റീഹാബിലേഷൻ ഓഫ് വീക്കർ സെൻട്രൽ ബാങ്ക് ഫ്രം ഹെവി ഓവർ ഡ്യൂ വാസ് എ റെക്കമെൻഡേഷൻ. അതായത് ഈ റീഹാബിലേറ്റ് ചെയ്യണം, പുനരുജ്ജീവിപ്പിക്കണം ആരെ, അതായത് ഒരുപാട് കുടിശ്ശികകളോടെ കിടക്കുന്ന ഈ സെൻട്രൽ ബാങ്കുകളെ ഉണ്ടല്ലോ, വീക്കായിട്ട് കിടക്കുന്ന സെൻട്രൽ ബാങ്കുകളുണ്ട്, അതിനെ നമ്മളൊന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകളായിട്ട് ഒന്ന് SFDA, രണ്ട് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ്, മൂന്നെന്ന് പറഞ്ഞത് എന്താണ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം ഇവരുടെ തന്നെയാണ്. അപ്പൊ ഇത്രയാണ് ഈ കമ്മിറ്റിയുടെ ശുപാർശ. 66 അപ്പോയിന്റ് ചെയ്തു, 69 റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോയിന്റ് ചെയ്തത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്ത് വെച്ചിട്ട് ചെയർമാന്റെ പേര് ബി വെങ്കിടപ്പൈ. പഠിച്ചോ? ഏകദേശം കാര്യങ്ങൾ കേട്ട് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്തേ, കമന്റ് ചെയ്തേ. ക്ലിയർ ആയോടെ? ഒന്നും മിണ്ടുന്നില്ല ആരും. ക്ലിയർ ആയോ? ഏകദേശം നിങ്ങൾ വായിച്ചിട്ടൊക്കെ ഉള്ളതായിരിക്കും. ഏകദേശം നമുക്ക് ഒരിക്കലും ഒറ്റ ക്ലാസ് കൊണ്ടൊന്നും ഈ 100% നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അതൊരു തെറ്റായ ചിന്താഗതി. നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ, 70%. ബാക്കി നമ്മളും കൂടെ ഒക്കെ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ കമ്മിറ്റി പറഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് അടുത്ത് പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, AIRCSC അല്ലെ. AIRCSC കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. AIRCSC ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു കമ്മിറ്റിക്ക് ഒരു അപ്പോയിന്റിംഗ് അതോറിറ്റി ഉണ്ട്. അപ്പൊ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആരായിരിക്കും? അപ്പോയിന്റഡ് ബൈ, ഈ കമ്മിറ്റിയെയും അപ്പോയിന്റ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. ഇനി നമുക്ക് ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത വർഷം എന്ന് പറഞ്ഞാൽ 1954. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1954. 51 അപ്പോയിന്റ് ചെയ്തു, 54 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പൊ ഈ കമ്മിറ്റി ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അപ്പൊ ഈ കമ്മിറ്റിയുടെ ചെയർമാനെ കുറിച്ച് പഠിക്കണം. കമ്മിറ്റിയുടെ ചെയർമാനാണ് AD ഗോർവാല. ആരാണ്? AD ഗോർവാലയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തെന്ന് വിശേഷിപ്പിക്കാം? ഗോർവാല കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാം.
കാരണം ഏതൊരു കമ്മിറ്റി ആയിക്കോട്ടെ ആ കമ്മിറ്റി ആ ചെയർമാന്റെ പേരിലും അറിയപ്പെടും. സോ ദിസ് കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഗോർവാല കമ്മിറ്റി. നേരത്തെ പറഞ്ഞ കമ്മിറ്റി വെങ്കിടപ്പൈ കമ്മിറ്റി. നമുക്ക് ഇതിന് എന്ത് വിശേഷിപ്പിക്കാം മക്കളെ? ആ ഗോർവാല കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കും അല്ലെ, ഗോർവാല കമ്മിറ്റി. അപ്പൊ ഈ കമ്മിറ്റിക്ക് ചെയർമാനെ കൂടാതെ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കണം, ചെയർമാനെ കൂടാതെ ഒരു 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. DR ഗാഡ്ഗിൽ. ഓക്കെ, ആ DR ഗാഡ്ഗിൽ മെമ്പർ ആയിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച B വെങ്കിടപ്പൈ ഉണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു. പക്ഷെ ഇതിന്റെ മെമ്പർ ആയിരുന്നു. ഈ കമ്മിറ്റിയിലും, അതായത് സർവേ കമ്മിറ്റിയിലും റിവ്യൂ കമ്മിറ്റിയിലും ഉണ്ടായിരുന്ന ഏക അത് രണ്ടിലും ഉണ്ടായിരുന്ന ആരാണ്? B വെങ്കിടപ്പൈ ആണ്. അദ്ദേഹം കാരണം ഇവിടെ അദ്ദേഹം മെമ്പർ ആയിരുന്നു. ആ കമ്മിറ്റിയിൽ നമ്മുടെ റിവ്യൂ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ഓർത്ത് വെച്ചാൽ B വെങ്കിടപ്പൈ ഇതിലെ മെമ്പർ ആയിരുന്നു. പിന്നുണ്ട് NSR ശാസ്ത്രി. എന്താണ് ആ NSR ശാസ്ത്രിയും എന്താണ്? ഇതിന്റെ മെമ്പറാണ്. അപ്പൊ DR ഗാഡ്ഗില്, B വെങ്കിടപ്പൈ, NSR ശാസ്ത്രി, ഇത്രയും പേര് ഈ കമ്മിറ്റിയുടെ മെമ്പർമാരായിരുന്നു. അതിൽ ഇതിൽ മെമ്പർ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആരായിരുന്നു മെമ്പർ സെക്രട്ടറി ആയിട്ട്? ശാസ്ത്രിയാണ്. ശാസ്ത്രി സെക്രട്ടറി ആണെന്ന് ഓർത്താൽ മതി. ക്ലിയർ? മെമ്പർ സെക്രട്ടറി ആരാണ്? അത് NSR ശാസ്ത്രിയാണ് എന്ന് ഓർത്ത് വെച്ച്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണ്. നമ്മുടെ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ, സർവേ കമ്മിറ്റിനെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് വിശേഷിക്കും. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ പണ്ട് ഇംഗ്ലണ്ടിൽ വന്നതാണ്, നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, നിയമമാണ്. അപ്പം ഇന്ത്യയിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെ സഹകരണത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ആ സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. അപ്പൊ അതാണ് നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ കൊട്ടേഷൻ ഉണ്ട്. ആ കൊട്ടേഷൻ നമുക്ക് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു എല്ലാ കമ്മിറ്റിയിൽ നിന്നും കൊട്ടേഷൻസ് കൊടുക്കാറില്ല അല്ലെ. പക്ഷെ ഈ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ടിനോടൊപ്പം ഒരു കൊട്ടേഷൻ കൊടുത്തു. കൊട്ടേഷൻ ഇതാണ്: കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ്. അതായത് ഇവര് ഈ വർഷങ്ങളെടുത്ത് പഠനം നടത്തി നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചു. കുറെ സാമ്പിളിംഗ് ആയിട്ട് കുറെ സംഘങ്ങളിനെയൊക്കെ എടുത്ത് തെരഞ്ഞെടുത്ത് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്: കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ്. അത് സഹകരണം എന്നുള്ള ഐഡിയോളജി അത് പരാജയപ്പെട്ടു. ഹാസ് ഫെയിൽഡ്, പരാജയപ്പെട്ടു. ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. പക്ഷെ അത് ഉറപ്പാണ് വിജയിക്കണം. കാരണം ഇവര് പഠിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ആ സഹകരണ പ്രസ്ഥാനം നശിച്ചു കേട്ടോ അല്ലെ. അത് പറയാണ് കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ്. പ്രസ്ഥാനങ്ങൾ ഫെയിൽഡ് ആയി. പക്ഷെ നമുക്കതിനെ എന്താണ് ഒഴിവാക്കാൻ? നമുക്കതിനെ എന്ത് ചെയ്തിരിക്കണം? സക്സീഡ് ചെയ്യണം, വിജയിപ്പിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നാണ് പറയുക കേട്ടോ. കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് ഇസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. മാറിപ്പോകരുത്, സർവേ കമ്മിറ്റിയാണ് അല്ലെ. ഇനി ഇവരിവിടെ 3 വോളിയം, മലയാളത്തിൽ നമ്മൾ പറയത്തില്ല വാല്യം അല്ലെ, ഇത്ര വാല്യം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇവർ ഇംഗ്ലീഷാണ് വോളിയം. ഇവരിവിടെ 3 വോളിയത്തിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വോളിയത്തിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 വോളിയം എന്ന് ചോദിച്ചാൽ: സർവേ റിപ്പോർട്ട്, ഓക്കെ, ഇങ്ങനെ പഠിച്ച GST എന്ന് പഠിച്ചാൽ മതി. GST, G ഫോർ ജനറൽ റിപ്പോർട്ട്, S ഫോർ സർവേ റിപ്പോർട്ട്, T ഫോർ ടെക്നിക്കൽ റിപ്പോർട്ട്. ക്ലിയർ അല്ലേ? GST, G ഫോർ ജനറൽ റിപ്പോർട്ട്, S ഫോർ സർവേ റിപ്പോർട്ട് ആൻഡ് T ഫോർ ടെക്നിക്കൽ റിപ്പോർട്ട്. 3 വോളിയത്തിലായിട്ടാണ് ഇവര് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഒറ്റയടിക്കല്ല, 3 വോളിയമായിട്ട്. ഒന്ന് ജനറൽ റിപ്പോർട്ട് കൊടുത്തു, പിന്നെ സർവേ റിപ്പോർട്ട് എന്ന ഘട്ടത്തിൽ മറ്റൊരു റിപ്പോർട്ട്, പിന്നെ ടെക്നിക്കൽ എന്ന രീതിയിൽ മറ്റൊരെണ്ണം. ക്ലിയർ അല്ലേടെ? ഓക്കെ അല്ലേ? ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവരുടെ ശുപാർശകൾ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ശുപാർശയും പഠിക്കാൻ പോകണ്ട. ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകൾ ഒന്നായിരുന്നു ഏതെന്ന് പറയുന്നത്, ഓർത്ത് വെച്ചേക്കുക, ഫോർമേഷൻ ഓഫ് SBI. ഇമ്പീരിയൽ ബാങ്കിനെ എന്ത് ചെയ്യണം? നാഷണലൈസ് ചെയ്തുകൊണ്ട് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത് ഇവർ ശുപാർശ ചെയ്തു. ഇപ്പൊ SBI is the recommendation, formation of SBI is the recommendation of സർവേ കമ്മിറ്റി പ്രാധാന്യം അർഹിക്കുന്നതാണ്. പിന്നെയാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ഇപ്പൊ നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ അത് എന്നെ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പൊ കാർഷിക ലോൺ കൊടുക്കുന്നു, നമ്മൾ കാർഷിക ലോൺ കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ക്രോപ്സുകൾ നമ്മുടെ ആ പ്രവർത്തന പരിധി വരുന്ന ഒരു മാർക്കറ്റിംഗ് സംഘത്തിൽ കൂടെ മാത്രമേ വിപണനം ചെയ്യാവുന്ന എഗ്രിമെന്റ് ഏർപ്പെടും. ഓക്കെ, ഇച്ചിരി കൂടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇച്ചിരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേറൊരു ഉദാഹരണം ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം കേട്ടോ, നിങ്ങൾ അതിനെ വളച്ചൊടിക്കരുത്. ഒരു പശുവിനെ മേടിക്കാൻ വേണ്ടി ഒരാൾ ലോൺ ചോദിച്ചു വരുന്നു. അപ്പൊ നമ്മൾ പറയും പശു ലോൺ സംഘം കൊടുക്കുമല്ലോ. അപ്പൊ ഇവരോട് പറയും കുറെ എഗ്രിമെന്റുകൾ കൊണ്ടുവരാൻ പറയും. കാരണം ഇവര് ഈ പാല് നമ്മുടെ ആ ഏരിയയിലോ തൊട്ടടുത്തുള്ള
പാൽ സൊസൈറ്റി വഴി മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. പാൽ സൊസൈറ്റിയുടെയൊക്കെ കത്ത് വേണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവർക്ക് ലോൺ കൊടുക്കുന്നു. അപ്പൊ ഇവർ ഈ ലോണിന്റെ ഇവരെന്ത് ചെയ്യും, ഈ ലോൺ പശുവിനെ മേടിക്കുന്നു, പശുവിന്റെ പാല് ആ നമ്മുടെ തൊട്ടടുത്തുള്ള പാൽ സൊസൈറ്റിയെ കൂടെ ആയിരിക്കും വിതരണം ചെയ്യുക, അല്ലെ അവിടെ കൊണ്ട് കൊടുക്കും. പാൽ സൊസൈറ്റിക്കാർ ആ പൈസ നമ്മുടെ ഇവിടെ ആ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ലോൺ എടുക്കാൻ പറ്റും. ഓക്കെ, അതിനെയാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. മറ്റൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പോ ഒരാൾക്ക് ലോൺ കൊടുക്കുന്നു, നമ്മുടെ സംഘവും മാർക്കറ്റിംഗ് സംഘവും ഒരു ലിങ്കിങ് ഉണ്ട്. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ലോൺ കൊണ്ട് ആ വ്യക്തി കൃഷി ചെയ്തു, അതിന്റെ ക്രോപ്സുകളൊക്കെ എന്താണ് പറയുക, നമ്മുടെ ആ ഒരു തൊട്ടടുത്തുള്ള മാർക്കറ്റിംഗ് സംഘത്തിൽ കൂടെ ആയിരിക്കും മാർക്കറ്റ് ചെയ്യുക. അപ്പൊ ആ ക്യാഷ് ഓൾറെഡി നമ്മുടെ ഇവിടെയുള്ള ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, അപ്പൊ നമുക്ക് ആ പൈസ എടുക്കാൻ പറ്റും. അതാണ് ഒരു അർത്ഥമാക്കുക, ഒരു പിടി ഉണ്ടായിരിക്കും. അതാണ് ഇപ്പൊ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. പിന്നെയാണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, അല്ലെ? സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്, സംസ്ഥാന പങ്കാളിത്ത ഫണ്ട് എന്ന് പറയുന്നത്, അതായത് ഗവൺമെന്റ് സഹായിക്കണം എന്നാണ് പറയുക. ഷെയർ ക്യാപിറ്റലൊക്കെ സ്റ്റേറ്റിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം, ഗവൺമെന്റിന്റെ പാർട്ണർഷിപ്പ് സംഘത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നമ്മളെ സഹായിക്കണം, ഷെയർ ക്യാപിറ്റൽ എടുത്തും അല്ലാത്ത രീതിയിലൊക്കെ ഗവൺമെന്റ് നമ്മളെ സഹായിക്കണം. പിന്നെ പറയുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡ് വരണം, ഒരു ബോർഡ് രൂപീകരിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ അത്ര സക്സസ് ആകാത്തൊരു ശുപാർശയാണ് ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി. വളരെ വലിയ രീതിയിലുള്ള ലാർജ് സൈസിൽ ക്രെഡിറ്റ് സൊസൈറ്റി രൂപീകരിക്കണം. പിന്നെ കുറെ ഫണ്ടുകൾ വേണം. പിന്നെ പറയുന്നത് സൂപ്പർവിഷനും ഓഡിറ്റും ഒക്കെ അത്യാവശ്യമാണ്, സംഘത്തിൽ അത്യാവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറെ അധികം ഫണ്ടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ഇവരെ അപ്പോയിന്റ് ചെയ്ത് 51 റിപ്പോർട്ട് സമർപ്പിച്ചത് 54 അപ്പോയിന്റ് ചെയ്തു, 54 റിപ്പോർട്ട് സമർപ്പിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്തതെന്ന് ഓർത്തേക്ക്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ താഴെ വരുന്നതിൽ ഏതിന്റെ എലമെന്റ് ആണെന്നാണ് ചോദ്യം. നമ്മള് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇപ്പൊ ഡയറക്ഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, നമ്മുടെ മാനേജ്മെന്റ് ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ, അല്ലെ? അപ്പൊ നിർദ്ദേശത്തിൽ വരുന്നതാണോ, അല്ലെങ്കിൽ മോട്ടിവേഷനിൽ വരുന്നതാണോ, അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വരുന്നതാണോ, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗിൽ വരുന്നതാണോ? ഈ താഴെ പറയുന്നതിൽ ഏതിന്റെ ഒരു ഇലമെന്റ് ആണ് ലീഡർഷിപ്പ് എന്നാണ് ചോദിക്കും. താഴെ പറയുന്നതിൽ ഏതിലാണ് ലീഡർഷിപ്പ് ഉൾപ്പെടുന്നത്? ഡയറക്ഷൻ ആണോ, മോട്ടിവേഷൻ ആണോ, പ്ലാനിങ് ആണോ, ഫോർകാസ്റ്റിംഗ് ആണോ? ഏതിലാ വരുന്നത്? ഏതാണ്? നിർദ്ദേശങ്ങൾ കൊടുക്കണം, അല്ലെ? പ്ലാനിങ് ആണ്. നല്ല നേതാക്കൾക്ക് അല്ലെങ്കിൽ നല്ല നേതൃത്വപാഠമുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അത്യാവശ്യം ഒരു കാര്യം അറിയത്തില്ലാത്ത നമുക്ക് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ നിർദ്ദേശം നൽകിയിട്ട് കാര്യമില്ല. നല്ല നേതൃത്വപാഠവും ഉള്ളവർക്ക് മാത്രമേ നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ, അല്ലെ? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഓർത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഓപ്ഷൻ എയിൽ പറയുന്നു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഓപ്ഷൻ ബിയിൽ പറയുന്നു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഓപ്ഷൻ സിയിൽ പറയുന്നു അതൊരു കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു റീജിയണൽ ഓർഗനൈസേഷൻ. അപ്പൊ ഏതാണ് ആൻസർ വരിക? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് അത് എന്ത് ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ആണോ, അത് നിയമം മൂലം രൂപീകൃതമായതാണോ, അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണോ, കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, റീജിയണൽ ഓർഗനൈസേഷൻ ആണോ? അതാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മുടെ KCS ആക്ടിലെ സെക്ഷൻ 89 പ്രകാരം ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് പറയാ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് ഓർത്ത് വെച്ച്. ഇതൊരു നോൺ ഒഫീഷ്യൽ കോഓപ്പറേറ്റീവ് എന്നാണ്, ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് വിശേഷിപ്പിക്കുന്നത്? ആ ഹയസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി എന്ന് ഓർത്ത് വെച്ചേക്കുക, ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി എന്ന് വിശേഷിപ്പിക്കാതിനെ, അല്ലെ? അപ്പം SCU സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, SCUന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് കേട്ടോ. എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. SCU എന്നാണ് രൂപീകരിച്ചത്? 21/11/1970 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെ? ആ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ഡെഫിനേഷൻ ആണ്, സെക്ഷൻ 2S എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? സംസ്ഥാന സഹകരണ ഭവൻ SSCന്റെ ആണ് കേട്ടോ, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. സംസ്ഥാന, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എവിടെ ക്വസ്റ്റ്യൻ കണ്ടതുപോലെ, സംസ്ഥാന സഹകരണ ഭവൻ കേട്ടോ, SSCയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സഹകരണ ഭവൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നിയമത്തിൽ പഠിക്കുമ്പോൾ CCനെ കുറിച്ച് പഠിക്കാനുണ്ട് സെക്ഷൻ 88. അപ്പൊ CCയിൽ എന്ത് മാത്രമേ ഉള്ളൂ? മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. എന്നാൽ SSCന് മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്, ജനറൽ ബോഡിയും ഉണ്ട്. SSCന് മാനേജിംഗ് കമ്മിറ്റിയിൽ 23 അംഗമുണ്ട്, 12 പേര് വേണം അതിന്റെ കോറം തികയാന് എന്ന് ഓർത്ത് വെച്ചേക്കുക. CCന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 13 അംഗമുണ്ട്, പക്ഷെ കോറം 8 ആണ് എന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ നിയമത്തിൽ പഠിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എന്താണ് പറയുക? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇസ് കസ്റ്റോഡിയൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് കസ്റ്റോഡിയൻ? അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. നമ്മുടെ എന്താണ് കോപ്പറേറ്റീവ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒക്കെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. മിനിമം എത്രയാണ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ? മിനിമം 2000 ആണ്. മാക്സിമം എത്രയാണ്? 1,00,000 രൂപയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേടോ? ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ഈ SSCന്റെ അഡീഷണൽ SSCന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അഡീഷണൽ രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ആളായിരിക്കും കേട്ടോ. SSCന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അഡീഷണൽ രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ആളായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. അഡീഷണൽ രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ആളായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയൊക്കെ മതി. ഓക്കെ, ക്ലിയർ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഈസ് ദ ഫണ്ട് ക്രിയേറ്റഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഫോർ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ്. അപ്പൊ കടപ്പത്രം റെഡീം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? കേസ് കാർഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ട് ഏതാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു സിങ്കിങ് ഫണ്ട്. പിന്നെ ഓപ്ഷൻ ബിയിൽ പറയുന്നു റിസർവ് ഫണ്ട്. ഓപ്ഷൻ സിയിൽ പറയുന്നു ഫ്ലോട്ടിംഗ് ഫണ്ട്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു നൺ ഓഫ് ദി അബവ്. അപ്പൊ ഇതിലേതാണ് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ കേസ് കാർഡ് ബാങ്ക് എന്ന് പറയും? കേസ് കാർഡ് ബാങ്ക് എന്താണോ ഈ കേസ് കാർഡ് ബാങ്ക്, പി കാർഡ് ബാങ്ക് എന്നൊക്കെ പറയുന്നത്? ഫുൾ ഫോം അല്ല. കേസ് കാർഡ് ബാങ്ക്, പി കാർഡ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലോങ് ടേം ലോൺ കൊടുക്കുന്ന, നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചിട്ട് ലോങ് ടേം ലോൺ കൊടുക്കുന്ന. ലോങ് ടേം ലോൺ എന്ന് പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ 2 ടയറിലാണ് തരംതിരിച്ചിട്ടുള്ളത് അല്ലെ. എത്ര ടയറാ? എത്ര തലമുണ്ട്? 2 തലമുണ്ട്. അപ്പെക്സും ഉണ്ട്, പ്രൈമറിയും ഉണ്ട്. ഓർത്ത് വെച്ചേക്കുക, അപ്പെക്സും ഉണ്ട്, പ്രൈമറിയും ഉണ്ട്. അപ്പെക്സ് ആണ് കേസ് കാർഡ് ബാങ്ക്, പ്രൈമറി ആണ് പി കാർഡ് ബാങ്ക്. അപ്പെക്സ്, കേസ് കാർഡ്, പ്രൈമറി, പി കാർഡ് ബാങ്ക്. അപ്പെക്സ്, കേസ് കാർഡ്, പ്രൈമറി, പി കാർഡ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് കാർഡ് ബാങ്ക് എങ്ങനെയാണ് പ്രധാനപ്പെട്ട ഫണ്ട് കണ്ടെത്തുന്നത് അറിയാവുള്ളൂ? ഫണ്ട് കണ്ടവർക്ക് നമുക്ക് പി കാർഡ് ബാങ്ക് കിട്ടിയ ജോലി ഇച്ചിരി എളുപ്പമാണ്, ശമ്പളം കൂടുതലുമാണ് അല്ലെ. അപ്പൊ ഈ കേസ് കാർഡ് ബാങ്ക്, പി കാർഡ് ബാങ്ക്, കേസ് കാർഡിന്റെ പ്രൈമറി ലെവലിൽ വരുന്നതാണ് പി കാർഡ്. പി കാർഡിന്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ ഒരു താലൂക്ക് ആയിരിക്കും. കേസ് കാർഡ് അപ്പെക്സ് ആണല്ലോ. ചോദ്യം വളരെ സിമ്പിൾ ആണ്. കേസ് കാർഡ് ബാങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, കേസ് കാർഡ് ബാങ്ക് എങ്ങനെയാണ് പ്രധാനപ്പെട്ട ഫണ്ട് കണ്ടെത്തുന്നത് നിങ്ങൾക്ക് അറിയാവോ? അറിയാവോ? അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ ഇല്ല, പ്രശ്നമൊന്നുമില്ല. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞോ? അറിയാവോ? അറിയത്തില്ല. അറിയത്തില്ലെങ്കിൽ ഓർക്കുക, കേസ് കാർഡ് ബാങ്ക് ഈ ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും. എങ്ങനെയാണ്? കടപ്പത്രം ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഇവർ പ്രധാനപ്പെട്ടതായിട്ട് ഫണ്ട് കണ്ടെത്തുന്നത്. ഓർത്ത് വെച്ചേക്കുക, ആ കടപ്പത്രം ഇഷ്യൂ ചെയ്യും കേട്ടോ. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവര് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകളിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്, ഞാൻ പറയുന്നു കടപ്പത്രം ഇഷ്യൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്
ഇവര് ക്യാഷ് കണ്ടെത്തുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു 4 പോയിന്റ് പഠിക്കാനുണ്ട്. ഒരു 4 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഒരു കേസ് കാർഡ് ബാങ്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഡിബഞ്ചറിന് ഗ്യാരണ്ടി നിൽക്കുന്ന ആരാന്നറിയോ? ഗ്യാരണ്ടി, അതായത് നാളെ കേസ് കാർഡ് ബാങ്ക് ഈ തുക ഒരു ഡിബഞ്ചർ അല്ലല്ല ഗ്യാരണ്ടി, ശരണ്യ ഒന്നുകൂടെ ആലോചിച്ച്, ഗ്യാരണ്ടി നിൽക്കുന്ന. അപ്പൊ ഇവിടെ പറയുന്ന ഇതാണ്, നമുക്കറിയാം നമ്മൾ കടപ്പത്രം ഇഷ്യൂ ചെയ്യുന്നത് 10 വർഷത്തേക്കൊക്കെ ആയിരിക്കും, നാളെ അല്ല 5 വർഷത്തേക്കായിരിക്കും. നാളെ ഇതിന്റെ കാലാവധി ആകുമ്പോൾ ഈ കേസ് കാർഡ് ബാങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിബഞ്ചറിന്റെ കടപ്പത്രത്തിന്റെ തുക, അതിന്റെ പ്രിൻസിപ്പിളും അതിന്റെ ഇൻട്രസ്റ്റും കൂടെ തിരിച്ചു തരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നുകൊള്ളാം, അല്ലെ? നാളെ ഇവര് തരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നിൽക്കുന്ന ആരാണ്? ഓർത്ത് വെച്ചിട്ട്, ഗ്യാരണ്ടി നിൽക്കുന്നത് ഗവൺമെന്റ് ആണ്. ആരാ ഗ്യാരണ്ടി നിൽക്കുന്നത്? ഗ്യാരണ്ടി നിൽക്കുന്ന ഗവൺമെന്റ്. അതുകൊണ്ട് ഇവിടെ പഠിക്കാൻ GG എന്ന് ഓർത്താ പോലോടൂ. മനസ്സിലായോ? ഗ്യാരണ്ടി, അതായത് നാളെ ഇവര് പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നുകൊള്ളാം, എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കും. അതുപോലെ കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ. ആ ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആരാണ്? ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ, അതാണ് RCS. ക്ലിയർ? ഇനി കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ, ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി നിൽക്കുന്ന ഗവൺമെന്റ്, ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന RCS. അടുത്തത്, ഇവർ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ പലിശ നിരക്ക് കണ്ടുപിടിക്കുന്ന ആരാ? അല്ല, കണ്ടുപിടിക്കുന്നതല്ല, പലിശ നിരക്ക് ഫിക്സ് ചെയ്യുന്ന, ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ആരാ? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനിയും കേസ് കാർഡ് ബാങ്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് ചുമ്മാ അങ്ങോട്ട് ഇഷ്ടമുള്ള പോലെ ചാടി കയറിയതും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കേസ് കാർഡ് ബാങ്കിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. എന്ത് മേടിക്കണം? ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം, അല്ല അനുമതി മേടിക്കണം. ആരുടെ കയ്യിൽ നിന്നറിയോ? നബാർഡിന്റെ കയ്യിൽ നിന്ന്. ആരുടെ കയ്യിൽ നിന്നാ? നബാർഡ് ക്ലിയറൻസ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ, അല്ലെ അപ്രൂവൽ അല്ലെങ്കിൽ ക്ലിയറൻസ് കൊടുത്തെങ്കിൽ മാത്രമേ കേസ് കാർഡ് ബാങ്കിന് കടപ്പത്രങ്ങൾ ഇറക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്ക്. ക്ലിയർ ആയോടെ? ക്ലിയർ ആയോ? ക്ലിയർ ആയപ്പോ എന്തൊക്കെ കാര്യങ്ങളാ? ഗ്യാരണ്ടി നിൽക്കുന്നത് ഗവൺമെന്റ്, GG എന്ന് പഠിക്കാം. നിങ്ങൾ നോക്കിയേ, ഇത് മാറിപ്പോകല്ല, ഇത് മാറിപ്പോകും. മറ്റൊരു കാര്യം ഞാൻ പറയാം, ഇത് മാറിപ്പോകല്ല നിങ്ങളോട് പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇത് മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ കോഡ് വെച്ചു GG, അല്ലെ? GG ഗവൺമെന്റ് ഗ്യാരണ്ടി. ഇനി ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ, ഒരു വ്യക്തിയല്ലേ വരുന്നത്, അല്ലെ? കസ്റ്റോഡിയൻ അതാ ഒരു വ്യക്തിയാണ്. ആരാണ്? RCS അല്ലേ ഇവിടെ ഒരു വ്യക്തിയായിട്ട് വരുന്ന. ഈ താഴെ പറയുന്നതല്ല, ഒറ്റ വ്യക്തിയായിട്ട് വരുന്ന ആരാണ്? ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന RCS. അപ്പൊ കസ്റ്റോഡിയൻ ഒരുത്തനുണ്ട്, ആരാ? RCS ആണെന്ന് ഓർത്താൽ മതി. ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് ആരാ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. ഇനി നബാർഡിന്റെ കയ്യിൽ നിന്ന് പോയി, നബാർഡെ ഞങ്ങൾ ഇഷ്യൂ ചെയ്യുകയാണ്, ഞങ്ങൾ ക്ലിയറൻസ് തരണം. സംഗതി പഠിച്ചോടൂ. പഠിച്ചു അല്ലെ? കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് ഇഷ്യൂ ചെയ്തേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? 5 വർഷം അല്ലെ 10 വർഷം ഇതിന്റെ കാലാവധി കഴിയുമ്പോൾ ഈ പൈസ തിരിച്ചു കൊടുക്കണം. ഡിബഞ്ചർ റെഡീം ചെയ്യുക എന്ന് പറഞ്ഞാല് പൈസ നമ്മളിപ്പോ ഞാനിപ്പോ ഒരു കടപ്പത്രം ഇഷ്യൂ ചെയ്ത് ഒരു 10 കോടി എടുത്തു. 5 വർഷത്തേക്കാണ് കടപ്പത്രത്തിന്റെ കാലാവധി. എന്റെ പൊന്നടാവേ, 5 വർഷം കഴിയുമ്പോ എന്ത് ചെയ്യണം? പൈസ തിരിച്ചു കൊടുക്കണ്ടേ? പൈസ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അതും കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. പൈസ തിരിച്ച് നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം, അല്ലെ? നാളെ അവൻ പൈസ ചോദിക്കുമ്പോ നമ്മൾ പൈസ വേണം. അങ്ങനെ പൈസ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ആ സമയത്ത് കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ മുതൽ തന്നെ എന്ത് ചെയ്യും? കേസ് കാർഡ് ബാങ്ക് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. കേസ് കാർഡ് ബാങ്ക് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ കേസ് കാർഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടി? ഡിബഞ്ചറിന്റെ തുക തിരിച്ചു കൊടുക്കാൻ, കടപ്പത്രത്തിന്റെ തുക റെഡീം ചെയ്യാൻ വേണ്ടി കേസ് കാർഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയും. എന്തെന്ന് പറയും? സിങ്കിങ് ഫണ്ട് എന്ന് പറയും. ഇതിന് മറ്റൊരു പേരുണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നും പറയും. ഡിബഞ്ചർ റിഡീം ചെയ്യാനായതുകൊണ്ട് തന്നെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടും എന്നും കൂടെ പറയും. ഇപ്പൊ സിങ്കിങ് ഫണ്ട് എന്നും പറയും, അതോടൊപ്പം തന്നെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നും കൂടെ പറയും. ക്ലിയർ അല്ലേ? സിങ്കിങ് ഫണ്ട് എന്നും പറയും, അതോടൊപ്പം തന്നെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നും പറയും.
ക്ലിയർ ആയോ? ഇനി ഒരു ചോദ്യം കൂടെ ഇതിൽ നിന്ന് ചോദിക്കും, അതുകൂടെ ചോദിച്ച് ചരിത്രത്തിൽ വന്നേ ഉള്ളൂ. ഈ ഫണ്ട് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അപ്പൊ ഓർക്കുക, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തും അങ്ങനെ ഫണ്ട് കണ്ടെത്തും അല്ലെ. അതിന് നാളെ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഫണ്ട് കണ്ടെത്തും. അതിനെയാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയുക. ചോദ്യം അതല്ല, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് കണ്ടെത്തുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ? വെരി ഗുഡ്. ലോൺ റിക്കവറി. നമ്മൾ ലോൺ തിരിച്ചു പിടിക്കുമല്ലോ, കൊടുക്കുന്ന ലോണെ. അപ്പൊ ആ ലോൺ റിക്കവറി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാടോ, കറക്റ്റ് ആണ് കേട്ടോ. ലോൺ റിക്കവറി എന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതായത് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ലോൺ കളക്ഷൻ എന്നും പഠിക്കാം. ഇത് രണ്ടും പഠിച്ചോണം. ലോൺ റിക്കവറി പഠിച്ചിട്ട് ലോൺ കളക്ഷൻ ആ സാറേ വന്ന് എഴുതിയത് പറഞ്ഞേക്കില്ല. ലോൺ കളക്ഷൻ ലോൺ റിക്കവറി ആണ്. ചിലപ്പോൾ ഒന്നുകിൽ ലോൺ റിക്കവറി എന്ന് പറയാം, അല്ലെങ്കിൽ ലോൺ കളക്ഷൻ എന്ന് പറയാം. അപ്പൊ ലോൺ റിക്കവറി അല്ലെങ്കിൽ ലോൺ കളക്ഷൻ, നമ്മൾ ലോൺ കൊടുത്ത ലോൺ തിരിച്ചു പിടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരു നിശ്ചിത തുക മാറ്റിയാണ് ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് നമ്മൾ രൂപീകരിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത്ര ഓർത്തേക്കണം കേട്ടോ. ഈ എന്താണ് കേസ് കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സംഭവം? നമ്മുടെ പഴയ LMB ആണ്. എന്താണ് നമ്മുടെ പഴയ LMB, ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്. മലയാളത്തിൽ പറഞ്ഞാൽ ഭൂപണയ ബാങ്ക്. അതായത് നമ്മുടെ ഭൂമി, സ്ഥലം പണയം വെച്ച് ലോൺ എടുക്കുന്നു. ഭൂപണയ ബാങ്ക്, അതാണ് ഭൂപണയ ബാങ്ക് അല്ലെ. പഴയ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് ആണ്. അതിന്റെ പേരൊക്കെ മാറിയാണ് ഇന്ന് കാണുന്ന ആ ഒരു എന്താണ് പറയുക, കേസ് കാർഡ് ബാങ്കിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ. ആദ്യത്തെ ഈ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിന്റെ ബർത്ത് പ്ലേസ് ഏത് രാജ്യത്തെന്നറിയോ? ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് ഏത് രാജ്യമാണ്? ബർത്ത് പ്ലേസ് ഓഫ് LMB അറിയാവോ? വെരി ഗുഡ്, ജർമ്മനിയാണ്. വെരി ഗുഡ്, ജർമ്മനിയാണ്. ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കോ? അതും ഏത് തന്നെയാണ്? അതും ജർമ്മനി തന്നെയാണ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റോ? ബർത്ത് പ്ലേസ് ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റോ? അതും ജർമ്മനിയാണ്. മദീന ഓഫ് കോർപ്പറേഷനോ? മദീന ഓഫ് കോർപ്പറേഷൻ അതും ജർമ്മനിയാണ്. എന്നാൽ മക്ക ഓഫ് കോർപ്പറേഷനോ? അത് ഇംഗ്ലണ്ടാണ്. ബർത്ത് പ്ലേസ് ഓഫ് കോർപ്പറേഷനോ? അതും ഇംഗ്ലണ്ടാണ്. ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവോ? അത് ജർമ്മനിയാണ്. ബർത്ത് പ്ലേസ് ഓഫ് അല്ലെങ്കിൽ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡോ? ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ക്രാഡിൽ ഓഫ് കോപ്പറേഷൻ ഏതാടോ സുബിത? ക്രാഡിൽ ഓഫ് കോപ്പറേഷൻ, കോപ്പറേഷന്റെ ക്രാഡിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇംഗ്ലണ്ടാണോ ജർമ്മനിയാണോ? ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടാണ് കേട്ടോ, ക്രാഡിൽ. ഇനി ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാലോ? അത് ജർമ്മനിയാണ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ജർമ്മനിയാണ്. അടുത്ത ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ മൂവ്മെന്റ്, ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ്, ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ്, അതൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അത് ഇംഗ്ലണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് ജർമ്മനിയാണ്. ലോകത്തിലെ ആദ്യത്തെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് ആണ് ദ സിലേഷ്യൻ ലാൻഡ് സ്കാഫ്റ്റ് എന്ന് പറയും, ജർമ്മനിയിലെ കേട്ടോ. ദ സിലേഷ്യൻ ലാൻഡ് സ്കാഫ്റ്റ് അത് ജർമ്മനിയാണ്. ജസ്റ്റ് നോർത്ത് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലോടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കമന്റ് ചെയ്തേ, സിമ്പിൾ ആയതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കോർപ്പറേഷൻ ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വാസ് ബോൺ ആസ് എ പീസ്ഫുൾ റിയാക്ഷൻ. ഏകദേശം എന്തിനെതിരെയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സഹകരണം എന്നുള്ള ഒരു എക്കണോമിക് സിസ്റ്റം രൂപീകരിച്ചത്? ഓപ്ഷൻ എ സോഷ്യലിസത്തിനെതിരെ,
ഓപ്ഷൻ ബിയിൽ പറയുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഓപ്ഷൻ സി ക്യാപിറ്റലിസം, ഓപ്ഷൻ ഡി എക്കണോമിക് റിഫോംസ്. ഈ താഴെ പറയുന്നതിൽ എന്തിനെതിരെ രൂപീകരിച്ച ഒരു സമാധാന ഒരു പീസ്ഫുൾ റിയാക്ഷൻ ആണ് കോർപ്പറേഷൻ? അത്ര പീസ്ഫുൾ ഒന്നും അല്ല. ഏതിനെതിരെയാണ്? ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെതിരെയാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ റവല്യൂഷനെതിരെ രൂപീകരിച്ച അല്ലെങ്കിൽ അതിനെതിരെ സ്ഥാപിച്ച അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഈവൽ എഫക്ട് മൂലം രൂപീകൃതമായ പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്ന് ഓർത്തു വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. കോപ്പറേറ്റീവ് ഫോളോ. താഴെ പറയുന്നതിലെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. താഴെ പറഞ്ഞിട്ടുള്ളതിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ആൻസർ കീയിലേക്ക് നോക്കരുത്. ആദ്യം അതൊരു മണ്ടത്തരമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ കീയിലേക്ക് നമ്മൾ നോക്കരുത്. നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നോക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നോക്കുക, വേറെ ഒന്നും നോക്കാൻ പോകില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കോപ്പറേറ്റീവ് ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ ഷെയർ വൺ വോട്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? സഹകരണ പ്രസ്ഥാനം ഒരു ഷെയറിന് ഒരു വോട്ട് എന്നുള്ള തത്വമാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണോ? അത് അങ്ങനെയല്ലേ? കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ, നിങ്ങൾ ലോ ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, അവിടെ എങ്ങനെയാണ്? ഒരു ഷെയറിന് ഒരു വോട്ടാണോ? ആണോ? ഫോൾസ് ആണ്. ഒരു ഷെയറിന് ഒരു വോട്ടല്ല, ഒരു വ്യക്തിക്കാണ് ഒരു വോട്ട്. ഇപ്പൊ ഒരാൾക്ക് 100 ഷെയർ ഉണ്ടെങ്കിലും മറ്റൊരാൾക്ക് ഒരു ഷെയറേ ഉള്ളെങ്കിൽ പോലും അവർക്ക് ഓരോ വോട്ടുകൾ, വൺ മാൻ വൺ വോട്ടാണ് പഠിപ്പിച്ചത് അല്ലെ, വോട്ട് ഓഫ് മെമ്പേഴ്സ് പഠിപ്പിച്ചാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, നിങ്ങൾ ഇപ്പോൾ ആൻസർക്കിലേക്ക് നോക്കണ്ട, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് പ്രോക്സി വോട്ട്, അതായത് വോട്ട് മറ്റൊരാളെ കൊടുത്തു വിടാൻ പറ്റില്ല, പ്രോക്സി മറ്റൊരാളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പറ്റും. കോപ്പറേറ്റീവ് മൂവ് നമ്മൾ നേരിട്ട് വന്ന് വോട്ട് ചെയ്യണം. ഇത് ശരിയാണോ തെറ്റാണോ? പ്രോക്സി വോട്ട് അതിന്റെ കാര്യം ശരിയാണ്, ട്രൂ ആണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, സത്യമല്ലേ. പ്രോക്സി വോട്ട് നമുക്ക് അലൗഡ് അല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് ഇൻ ജോൺ സ്റ്റോക്ക് കമ്പനി ഫൈനൽ അതോറിറ്റി വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ജോൺ സ്റ്റോക്ക് കമ്പനിയിലെ അവസാന പരമാധികാരം ആരുടെ കയ്യിലാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലാണ്. ശരിയല്ലേ? ശരിയാണ്, അവരുടെ കയ്യില, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യില. സോ ആൻസർ 2ഉം 3ഉം ശരിയാണ്. അപ്പൊ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നമ്മുടെ എന്താ പറയാ ഫൈനൽ അതോറിറ്റി ആരുടെ കയ്യില? കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അതോറിറ്റി ആരുടെ കയ്യില? ആരുടെ കയ്യില? അത് സംഘത്തിന്റെ ജനറൽ ബോഡിയുടെ കയ്യിലാണ്, സംഘത്തിന്റെ പൊതുയോഗത്തിന്റെ കയ്യിലാണ് എന്ന് ഓർത്ത് വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് വാസ് എ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ റോബർട്ട് ഓവൻ വിത്ത് എ മിക്സഡ് മെമ്പർഷിപ്പ് ഓഫ് ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമർ. അപ്പൊ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമറേയും കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു മിക്സഡ് മെമ്പർഷിപ്പ് ഉള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ എന്താ പറയാ ലേബർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ലേബർ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സൊസൈറ്റിയാണ് എസ്റ്റാബ്ലിഷ് ബൈ റോബർട്ട് ഓവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത സൊസൈറ്റിയാണ്. അവിടെ എന്താണ് പ്രൊഡ്യൂസേഴ്സിന്റെയും കൺസ്യൂമേഴ്സിന്റെയും കൂടെ മിക്സഡ്, ആ സംഘത്തില് പ്രൊഡ്യൂസേഴ്സും ഉണ്ട് കൺസ്യൂമേഴ്സും ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. റോബർട്ട് ഓവനെ കുറിച്ച് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് എന്ത് വരണം? ഇത് മക്കളെ, റോബർട്ട് ഓവൻ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് എന്താ ഓടിയെത്തണ്ടേ? പറഞ്ഞേ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ആ റോബർട്ട് ഓവനെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഏത് രാജ്യക്കാരനാ? ഇംഗ്ലീഷുകാരനാണ് അല്ലെ? ആണോ? ഇംഗ്ലീഷുകാരനാണ് റോബർട്ട് ഓവൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. 1771 ജനിച്ചു, 1771 ജനിച്ചു, 1858 മരണപ്പെട്ടു. ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെ, ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഈസ് ദ ബുക്ക് പബ്ലിഷ്ഡ് ബൈ റോബർട്ട് ഓവൻ അല്ലെ. റോബർട്ട് ഓവനെ പറ്റി നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ എന്താണ്? മിൽ വർക്കർ ആയിരുന്നു അദ്ദേഹം കേട്ടോ. അദ്ദേഹം ആദ്യം ഒരു മിൽ വർക്കർ ആയിരുന്നു. അദ്ദേഹം മിൽ വർക്കറിൽ നിന്ന് മിൽ ഓണറായി. എങ്ങനെയാണെന്നറിയാവോ? അദ്ദേഹം വർക്ക് ചെയ്ത അല്ലെ, മിൽ വർക്കറിൽ നിന്ന് അദ്ദേഹം മിൽ ഓണറായി മാറി, ഉടമസ്ഥനായി മാറി. വളരെ സിമ്പിൾ, എല്ലാവരും ഉപയോഗിക്കുന്ന സെയിം തന്ത്രം തന്നെ. അവിടുത്തെ മുതലാളിയുടെ മകളെ ലൈൻ അടിച്ച് കല്യാണം കഴിച്ചു. ഓക്കെ, സിമ്പിൾ. പുള്ളി അവിടെ ജോലിക്കാരനായിട്ട് കയറി മില്ലിന്റെ മുതലാളിയുടെ മകളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ആ മില്ലിന്റെ ഉടമസ്ഥനായി തന്നെ പുള്ളി മാറി. വർഷങ്ങൾക്ക് മുമ്പാണ്, 1771 ആ ഒരു അല്ലെ 1771 1858 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനവും മരണവും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ജോലി മിൽ തൊഴിലാളിയായിട്ട് കയറി കൊച്ചിനെ സെറ്റാക്കി അവിടുത്തെ മുതലാളിയായി മാറി എന്ന് ഓർത്ത് വെച്ചേക്കുക.
ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി ഉണ്ട്, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസ് എന്ന് പറയും, പരിസരവാദ സിദ്ധാന്തം എന്ന് പറയും. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു സിദ്ധാന്തം, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ്. എന്താ പറയുക ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് അറിയാവോ? ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസരവാദ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ റോബർട്ട് ഓം പറയാണ്, ഒരു വ്യക്തിയുടെ ജനനമല്ല അവന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു എന്നാ പറയുക. അതായത് ഒരുത്തൻ ഒരുപാട് കാശുള്ള വലിയ വീട്ടിൽ ജനിച്ചെങ്കിലും ചിലപ്പം എന്താണ് ചീത്തയായി പോകാം. ഇവർക്ക് സാധാരണ വീട്ടിൽ ജനിച്ചെങ്കിലും അവൻ നന്നായും പോകാം, അല്ലെ? അതായത് ഒരു വ്യക്തിയുടെ ജനനമല്ല അവന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അവൻ നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് അവൻ നിർണ്ണയിക്കപ്പെടുന്നത് ഒരിക്കലും അവന്റെ ജനനമല്ല. ഇനിയിപ്പോ വളരെ സാധാരണ വീട്ടില് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ പോലും ചിലപ്പോൾ നല്ല ആളായി വരാം. ഇത് നല്ല വീട്ടിൽ ജനിച്ചാൽ വെറും പഴയായിട്ടും പോകാം, അല്ലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ പരിസരവാദ സിദ്ധാന്തത്തെ പറയാണ്, ഒരാളുടെ ജനനമല്ല അവൻ നല്ലതാണോ ചീത്തയാണോ എന്ന്, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് പിന്നെ എന്താണ്? അവൻ വളർന്നു വരുന്ന സാഹചര്യമാണ്. ക്ലിയർ ആകുന്നുണ്ടോ? നോ മാൻ ബൈ ബർത്ത് നെയ്തർ ടു ഗുഡ് നോർ ടു ബാഡ്. ഒരു വ്യക്തിയുടെ ജനനമല്ല അവൻ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ എന്താണ്? ബട്ട് സർക്കംസ്റ്റൻസസ്, അവൻ വളർന്നു വന്ന അവരൊരു പരിസരം, അല്ലെ, ആ സാഹചര്യമാണ് അവന്റെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് എ ഫേമസ് കൊട്ടേഷൻ ബൈ ദ റോബർട്ട് ഓവൻ, ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, അല്ലെ? ഓർത്ത് വെച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ സംഭവം? അത് ഒന്ന് മനസ്സിലാക്കി പോകണം കേട്ടോ. പിന്നെ അദ്ദേഹത്തിന് അതായത് നമ്മൾ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉട്ടോപ്യൻ ചിന്താഗതിക്കാരൻ എന്ന് വെച്ചാൽ എന്താണ് ഉട്ടോപ്യൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉട്ടോപ്യൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ? ഉട്ടോപ്യൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റത്തില്ലാത്ത ഐഡിയാസിനെയാണ്. നല്ല ഐഡിയാസ് ആയിരിക്കും, പക്ഷെ നമുക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം നല്ല ഐഡിയയാ, പക്ഷെ നമുക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ അത് സക്സസ് ആകില്ല. ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാന നമുക്കറിയാം, ഒരു ദിവസം എന്ന് പറയാൻ എത്ര മണിക്കൂറാ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്, അല്ലെ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 hours, അല്ലെങ്കിൽ 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് നമുക്കറിയാം. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഇന്ന് ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യനെ പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ മനുഷ്യനെ എങ്ങനെ പോലും 10 മണിക്കൂർ അല്ലെ 12 മണിക്കൂറൊക്കെ പണിയിപ്പിക്കാറില്ലേ? ഉണ്ടോ? ഇക്കാലത്ത് പോലും മനുഷ്യനെ 10 അല്ലെങ്കിൽ 12 മണിക്കൂർ പണിയിപ്പിക്കാറുണ്ടോ ഇല്ലയോ? പറ. ഇക്കാലത്ത് പോലും മനുഷ്യനെ 10 അല്ലെങ്കിൽ 12 മണിക്കൂർ നമ്മളെ ഇട്ട് പണിയിപ്പിക്കാറുണ്ടോന്നേ ഇത് പറഞ്ഞ കമന്റ് ചെയ്തേ. ഉണ്ടോ? ഉണ്ട്, അല്ലെ? പ്രൈവറ്റ് കമ്പനിയില്. അപ്പൊ റോബർട്ട് ഓവൻ അന്നത്തെ കാലത്ത് മില്ലിൽ കൊണ്ടുവന്ന ഒരു ചിന്താഗതിയായിരുന്നു, 24 മണിക്കൂറിലെ 8 മണിക്കൂർ എന്താണ് ജോലി ചെയ്താൽ മതി, 8 മണിക്കൂർ വർക്ക്, അല്ലെ? അപ്പൊ പറയാണ്, പിന്നെ 8 മണിക്കൂറിന് ഈ 24 3 അദ്ദേഹം വിഭജിക്കുന്നത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ എന്താണ് റെസ്റ്റ്, അല്ലെ, വിശ്രമം, 8 മണിക്കൂർ ഉല്ലാസം അല്ലെങ്കിൽ റിക്രിയേഷൻ എന്ന് പറയുന്നത്. നടപ്പാകുമോ? ഇന്ന് പോലും നടപ്പാകാൻ പാടാം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉല്ലാസം അല്ലെങ്കിൽ റീക്രിയേഷൻ എന്ന് പറയുന്ന ഒരു തത്വം അദ്ദേഹത്തിന്റെ ആയിരുന്നു. പക്ഷെ മുളയിലെ നുള്ളി വന്നപ്പോൾ അത് പോസിബിൾ ആകുന്ന കാര്യമാണ്. അന്ന് 10-15 മണിക്കൂർ പണിയിപ്പിക്കുന്ന സമയത്താണ് പറയണ ഇവനെ കൊണ്ട് 8 മണിക്കൂർ പണിയിപ്പിച്ചാൽ മതി, 8 മണിക്കൂർ വിശ്രമിക്കട്ടെ, 8 മണിക്കൂർ ഉല്ലാസത്തിന് വേണ്ടി മാറ്റി വെക്കൂ, എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അവന്റെ ഏറ്റവും നല്ല ആ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നോർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? അങ്ങനെ ഒരുപാട് ഉട്ടോപ്യൻ ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു, പക്ഷെ പോയി, കാര്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി CR5 വളരെ പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ചോദിച്ചിട്ടുണ്ട്. അതായത് റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോർപ്പറേഷൻ ബട്ട് ഹി വാസ് ദ എന്താ പറയുക ഐഡിയ ബിഹൈൻഡ് ഇറ്റ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് CR5 പറയാണ്, ഈ നമ്മുടെ എന്താ പറയുക എന്താണ് നമ്മുടെ റോബർട്ട് ഓവൻ ഒരിക്കലും സഹകരണ പ്രസ്ഥാനങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെ? എന്താ പറയാ, ഹീസ് ഫാദറാണ് കണക്കാക്കുന്നത്, ബട്ട് ഹി വാസ് എ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ് എന്നാ പറയുക. ക്ലിയർ ആണെന്നുണ്ടോ? അങ്ങനെ പറയും CR5 ആണ് കേട്ടോ. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ കണ്ടുപിടിച്ചത് അദ്ദേഹമല്ല,
പക്ഷെ അദ്ദേഹം അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോർപ്പറേഷൻ ബട്ട് ഹി വാസ് ദ, അത് എഴുതി വെച്ചോ. റോബർട്ട് ഓവൻ ചോദിക്കുന്നതാണ്. റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ അല്ല, കോർപ്പറേഷൻ. റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോർപ്പറേഷൻ ബട്ട് ഹി വാസ് ദി ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്. ബട്ട് ഹി വാസ് ദി ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ് എന്ന് ഓർത്ത് വെച്ചു. എഴുതിയോ? കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ. CR ഫേ പറഞ്ഞ അവിടെ ആര് പറഞ്ഞ? CR ഫേ പുള്ളിയുടെ ചോദിച്ചിട്ടുണ്ട്. ആറ് കൊട്ടേഷൻ അത് പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു. CR ഫേ എന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. NCDCയുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് നോക്കാം. NCDC, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NCDC ആക്ട് പാസ്സാക്കിയത് 1962 സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പാസ്സാക്കിയത്. ശരിയാണോ തെറ്റാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ പറഞ്ഞ്? NCDC ആക്ട് പാസ്സാക്കിയത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. 1962 ആക്ട് പാസ്സാക്കിയത്. പക്ഷെ ആക്ട് പാസ്സാക്കിയത് സംസ്ഥാന ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയപ്പോൾ ഇത് തെറ്റാണ്. രണ്ടാമത്തെ, NCDC നിലവിൽ വന്നത് 13-4 അല്ല 13-3 കേട്ടോ. അടുത്തത്, NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ഇവിടെ ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശ്രീറാം കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? കേരള ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് ശ്രീറാം കമ്മിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഡാഷ് ആൾ ബി ദ ട്രസ്റ്റി ഓഫ് ഡിബഞ്ചർ ഫ്ലോട്ടഡ് ബൈ KS കാർഡ് ബാങ്ക്. അപ്പൊ KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി ആരാണ്? നോക്കിയേ, കണ്ട ക്വസ്റ്റ്യൻ വന്നതുണ്ടോ? ആരാ? രജിസ്ട്രാർ ആണ്. മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? ആ സെയിം ക്വസ്റ്റ്യൻ വന്നതുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോടാ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് എല്ലാം ഉൾപ്പെടുത്തി വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരകാന്തി വെർജിൻ കോക്കനട്ട് ഓയിൽ എന്തിന്റെ പ്രോഡക്റ്റ് ആണ്? വനിതാ ഫെഡിന്റെ അല്ലെ. വിൻഡോ ഡ്രസ്സിങ് അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? പഠിച്ചിട്ടുള്ളതാണ്. വിൻഡോ ഡ്രസ്സിങ് പ്രോസസിംഗ് സൊസൈറ്റി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, KCMMF മിൽമ 1980 രൂപീകരിച്ച മിൽമ KCMMF. നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ ഡയറി സൊസൈറ്റീസിന് എത്ര ടയറിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഡയറി സൊസൈറ്റീസ് എത്ര ടയറാണ്? 3 ടയർ ആണ് അല്ലെ. അതിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് മിൽമ എന്നല്ല പറയേണ്ടത്, KCMMF എന്ന് പറയും. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അപ്പക്സില് സെൻട്രലിൽ വരുന്നത് RCMPU ആണ്. പ്രൈമറി വരുന്നത് ആപ്കോസ് ആണെന്ന് ഓർത്ത് വെച്ചത്. ചോദ്യം ഇതാണ്, KCMMF മിൽമ ഏത് ഫേസിലാണ്? ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഏത് ഫേസിലാണെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ഫ്ലഡ് സെക്കൻഡിന്റെ ഫേസിലാണ് മിൽമ വന്നത് എന്ന് ഓർത്ത് വെച്ചത്. അതാണ് ഓപ്പറേഷൻ ഫ്ലഡിന്റെ സെക്കൻഡ് ഫേസിലാണ് മിൽമ രൂപീകരിച്ചിട്ടുള്ളത് എന്ന് ഓർത്ത് വെച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഡാഷ് ഇസ് ദ ഫസ്റ്റ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ വിച്ച് ഗോട്ട് പെർമനന്റ് മെമ്പർഷിപ്പ് ഇൻ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. താഴെ പറയുന്നതിൽ ICAയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ആദ്യത്തെ പ്രൈമറി സംഘം ഏതാണ്? നമുക്ക് നമ്മുടെ അഭിമാനമാണ്. കേരളത്തിൽ നിന്നുള്ള ULCCS 1925 രൂപീകരിച്ചിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. വടകര അല്ലേ? വടകരയിലാണ്
ULCCS 1925 അല്ലെ, അതാണ് വാഗ്ബടാനന്ദൻ രൂപീകരിച്ചതാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈമറിയും അവർക്ക് തന്നെ കേരളത്തിലെ ഫസ്റ്റ് സൊസൈറ്റി, അതിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈമറി സൊസൈറ്റിയാണ് എന്ന് പറയുക നമ്മുടെ ICL മെമ്പർഷിപ്പ് കിട്ടുന്ന ആരാണ്? ULCCS, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്നാണ് മാർക്കറ്റിംഗ് സംഘവുമായി ബന്ധപ്പെട്ടാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.